സാറേ, ടെക്നോളജിയിൽ അതുപോലെ തന്നെ സൈനിക കാര്യങ്ങളിലൊക്കെ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ. അതുപോലെ തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ സൈനിക ശക്തി ലോകത്തിന് ബോധ്യപ്പെട്ടത്. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിലേക്ക് ഒരു സന്ദർശനം നടത്താനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇതിന് പിന്നിൽ എന്തെങ്കിലും അജണ്ടയുണ്ടോ? ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നുണ്ടോ? അതായത് ഈ മാസം ആദ്യം നെതന്യാഹു മോദിയെ ഫോണിൽ വിളിച്ചിരുന്നു, ക്ഷണിച്ചിരുന്നു. അത് നിർണായക പ്രാധാന്യമുള്ള കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ളത് കൊണ്ട് തന്നെയാണ് ക്ഷണിക്കുന്നത്. അപ്പോൾ ഫെബ്രുവരിയിൽ തന്നെ, അതായത് അടുത്ത മാസം മോദി ഇസ്രയേലിൽ പോകും എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള റിപ്പോർട്ടുകൾ. അതായത് നവംബറിൽ നെതന്യാഹു ഇന്ത്യയിലേക്ക് വരേണ്ടതായിരുന്നു. അത് നീട്ടിവെക്കുകയാണ് ചെയ്തത്. ഈ ആഗോള സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട്, ഇറാനുമായിട്ടുള്ള പ്രശ്നം അല്ലേ, അതെ, അങ്ങനത്തെ രാജ്യാന്തര തലത്തിൽ. അതുപോലെ ബോർഡ് ഓഫ് പീസ് എന്ന് പറഞ്ഞിട്ട് മറ്റേ ഗാസയിലെ വെടിനിർത്തൽ, അവിടെ ഒരു ബോർഡ് ഓഫ് പീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബദൽ UN എന്ന് പറയുന്നുണ്ടല്ലോ, ബദൽ സമാന്തര ഐക്യരാഷ്ട്രസഭ ട്രംപിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒക്കെ ഉള്ളത് കൊണ്ടാണ് നെതന്യാഹുവിന് അവിടെ നിന്ന് അനങ്ങാൻ പറ്റാത്തത്. അതുകൊണ്ട് നെതന്യാഹു അങ്ങോട്ട് മോദിയെ ക്ഷണിച്ചിട്ടുണ്ട്. ഫെബ്രുവരിയിൽ, അടുത്ത മാസം തന്നെ മോദി അങ്ങോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഉള്ള വിവരം. 2017 ശേഷം മോദി ഇസ്രയേലിലേക്ക് പോകുന്ന ഒരു യാത്രയായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ കാനഡയിലേക്കുള്ള ഈ ക്ഷണം ഈ കാർണി മറ്റേ ട്രംപിനുമൊക്കെ ഉള്ളതൊക്കെ പിൻവലിച്ചിട്ടുമൊക്കെ ഉണ്ട്. കാനഡയും നിരസത്തിലാണ്. ഇതിൻ്റെ അകത്ത് ഈ ബോർഡ് ഓഫ് പീസ് എന്ന് പറഞ്ഞൊരെണ്ണം പ്രഖ്യാപിച്ചല്ലോ. അതിൻ്റെ അകത്തുള്ള 12 രാജ്യങ്ങൾ നമ്മളെടുത്താൽ ഈ വിസ നിയന്ത്രണം 75 രാജ്യങ്ങൾക്ക് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പം ഈ ബോർഡ് ഓഫ് പീസിൽ ചേരാമെന്ന് പറഞ്ഞിരിക്കുന്ന 12 രാജ്യങ്ങൾ ആ 75 രാജ്യങ്ങളിൽ പെട്ടതാണ്. ട്രംപ് വിസ നിയന്ത്രണം പ്രഖ്യാപിച്ചിട്ടുള്ള 12 രാജ്യങ്ങൾ. അപ്പൊ ആ 12 രാജ്യങ്ങൾ ചേരാം എന്ന് സമ്മതിച്ചിരിക്കുന്നത് 60 രാജ്യങ്ങൾക്കായിരുന്നല്ലോ ക്ഷണം. ഇന്ത്യ ചേരുന്നില്ല, ചൈന ചേരുന്നില്ല, പല രാജ്യങ്ങളും ചേരുന്നില്ല. ഈ 12 രാജ്യങ്ങൾ ചേരുന്നത് ട്രംപ് ആ വിസ നിയന്ത്രണം പിൻവലിച്ചു കൊടുക്കും ചേർന്നാൽ എന്നുള്ളത് കൊണ്ടാണോ എന്നുള്ള സംശയമുണ്ട്. അതായത് കുടിയേറ്റ വിസ നിരോധിച്ച 12 രാജ്യങ്ങളും കൂടി ഇതിൻ്റെ അകത്ത് ട്രംപ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് അസാധാരണമാണെന്നാണ് തോന്നുന്നത്. അയാൾ കൊള്ളില്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് കണ്ടതാണല്ലോ. പക്ഷെ ബോർഡ് ഓഫ് പീസിൽ ചേർക്കാമെന്ന് വിചാരിക്കുന്നത് അൽബേനിയ, അർമീനിയ, അസർബൈജാൻ, ബെലാറസ്, ഈജിപ്ത്, ജോർദൻ, കസാക്കിസ്ഥാൻ, കൊസോവോ, മൊറോക്കോ, മംഗോളിയ, പാകിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഈ രാജ്യങ്ങൾ 12 രാജ്യങ്ങൾ ഈ ബോർഡ് ഓഫ് പീസിൽ $1 ബില്യൺ കൊടുക്കണമല്ലോ. $1 ബില്യൺ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 3 കൊല്ലത്തിന് ശേഷം ഇവർ സ്ഥിരാംഗങ്ങളായിരിക്കും എന്നാണ് പറയുന്നത്. ഈ രാജ്യങ്ങൾ 60 രാജ്യങ്ങൾ കൊടുക്കുന്ന $1 ബില്യൺ വെച്ചിട്ട് ട്രംപിന്റെ മകളെ കെട്ടിയ ജറേദ് കുഷ്നർ, അയാൾ ജൂതനാണ്. അയാള് ഗാസയില് മെഡിറ്ററേനിയൻ തീരല്ലേ, അവിടെ അദ്ദേഹത്തിന്റെ റിയൽ എസ്റ്റേറ്റ് പണിതുയർത്തും. ഇതാണ് ഈ ഗാസ പുനരുദ്ധാരണ പദ്ധതി എന്ന് പറയുന്നത്, ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്നത്. അമേരിക്കയ്ക്ക് സാമ്പത്തിക ബാധ്യത വരുത്തി വെക്കുന്നു എന്ന് പറയുന്ന കുടിയേറ്റം വഴിയൊക്കെ 75 രാജ്യങ്ങൾക്കാണ് വിസ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അതിലാണ് ഈ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഈ 12 രാജ്യങ്ങൾ, ഇപ്പൊ ബോർഡ് ഓഫ് പീസിൽ വരുന്ന 12 രാജ്യങ്ങളുള്ളത്. അപ്പോൾ ആ രാജ്യങ്ങളുടെ യാത്ര തന്നെ സത്യത്തിൽ പ്രശ്നമാണല്ലോ, വിസ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട്. ബോർഡ് ഓഫ് പീസിൽ ചേർക്കുന്നു, വാഷിങ്ടണിലൊക്കെ പോയി ചർച്ചയൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ഏഷ്യ, ആഫ്രിക്ക, വെസ്റ്റ് ഏഷ്യ ഈ ഭാഗങ്ങളിലുള്ള രാജ്യങ്ങളാണ് ഈ 12 അപ്പോൾ ഇനി ഈ ഇസ്രയേലിന് ഇതിൻ്റെ അകത്ത് അജണ്ട ഉണ്ടോ എന്ന് ചോദിച്ചല്ലോ മോദി പോകുന്നതിന്. നെതന്യാഹുവിന് പ്രധാനമായിട്ടും ചില കാര്യങ്ങൾ മോദിയുമായിട്ട് ചർച്ച ചെയ്യാനുണ്ട്. അത് ഈ ബോർഡ് ഓഫ് പീസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്നതാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
ഡൽഹിയിലെ ഇസ്രയേൽ സ്ഥാനപതി റൂവൻ ഒരു അഭിമുഖ സംഭാഷണത്തിൽ NDTVയോട് പറഞ്ഞിരുന്നു, ഒരു കാരണവശാലും ഗാസയിലെ രാജ്യാന്തര സമാധാന സേനയിൽ, അത് ഹമാസിനെതിരെ പോരാടേണ്ട സേനയാണല്ലോ, അതിൻ്റെ അകത്ത് ഞങ്ങൾ പാകിസ്ഥാനെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പാകിസ്ഥാൻ ഈ ബോർഡ് ഓഫീസിൽ ഉണ്ടല്ലോ, അപ്പോൾ പാകിസ്ഥാൻ മറ്റേ രാജ്യാന്തര സേനയിലും കാണുമല്ലോ. തീർച്ചയായിട്ടും ഇസ്രയേൽ ഇത് അനുവദിക്കില്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ലഷ്കർ-എ-തൈബ ഹമാസുമായിട്ട് ഏകോപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭീകര സംഘടനയാണ്. ഹമാസ് നമ്മുടെ പഹൽഗാം ആക്രമണത്തിന്റെ പിന്നിലുണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ട്. കഴിഞ്ഞ ദിവസം ലഷ്കർ-എ-തൈബയുടെ രാഷ്ട്രീയ വിഭാഗത്തിന്റെ PMML എന്ന് പറഞ്ഞ സംഘടന, ആ രാഷ്ട്രീയ വിഭാഗത്തിന്റെ കമാൻഡർ തന്നെ പറഞ്ഞിരുന്നു അയാൾ ദോഹയിൽ പോയിട്ട് ഹമാസിന്റെ നേതാക്കളുമായിട്ട് ചർച്ച ചെയ്തിരുന്നു. ആ സമയത്ത് ഹമാസിന്റെ നേതാവുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ പഹൽഗാം സൂത്രധാരൻ കസൂരിയും അയാളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് അയാൾ വ്യക്തമാക്കിയിരുന്നു. ഒരു ഹമാസ് നേതാവ് 15 തവണ പാകിസ്ഥാനിൽ പോയി ഈ ലഷ്കർ-എ-തൈബ ഭീകരന്മാരെയൊക്കെ കണ്ടതായിട്ടൊക്കെ റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ POKയിൽ ഹമാസിന്റെ നേതാക്കൾ അവിടുത്തെ വിക്ടറി ഡേ ഇതിൽ പങ്കെടുത്തതൊക്കെ ആയിട്ട് ഉണ്ട്. അപ്പോൾ പാകിസ്ഥാൻ ഈ ബോർഡിൽ വരുന്നത് തന്നെ ഇസ്രയേലിന് താല്പര്യമില്ല. അപ്പോൾ ഇന്ത്യയുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഡൽഹിയിലെ ഇസ്രയേൽ സ്ഥാനപതി ഹമാസ് ഉള്ളത് കൊണ്ട് പാകിസ്ഥാനെ ഈ രാജ്യാന്തര സംഘത്തിൽ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ പാകിസ്ഥാനെ ആ രാജ്യാന്തര സേനയിൽ നിന്ന് എങ്ങനെ തടയാൻ കഴിയും എന്നുള്ള കാര്യം ഇന്ത്യയോട് നെതന്യാഹുവിന് ചർച്ച ചെയ്യാനുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയും അതുപോലെ തന്നെ നെതന്യാഹുവും തമ്മിലുള്ള ചർച്ച ലോകത്തിലെ പല രാജ്യങ്ങളെയും അസ്വസ്ഥമാക്കുന്ന കാര്യത്തിലും സംശയം വേണ്ടല്ലോ. ഒരു സംശയമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അസ്വസ്ഥമാകുന്ന രാജ്യങ്ങളിൽ പെടുന്നതാണല്ലോ തുർക്കിയും അസർബൈജാനും. അതെ, അവർക്ക് ഉൾക്കൊള്ളാനേ പറ്റില്ലല്ലോ. കാരണം അസർബൈജാൻ 2 ആഴ്ച മുമ്പ് അവിടെ ഖലിസ്ഥാൻ തീവ്രവാദികളെ വിളിച്ചിട്ട് ഒരു രാജ്യാന്തര സമ്മേളനം നടത്തി അസർബൈജാൻ. അപ്പൊ അസർബൈജാന്റെ ആ രാജ്യാന്തര ഖലിസ്ഥാൻ സമ്മേളനത്തിന്റെ അകത്ത് പല രാജ്യങ്ങളിലുള്ള പ്രതിനിധികൾ, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ മാത്രമല്ല, പഞ്ചാബില് ആപ്പിന്റെ ന്യൂനപക്ഷ മന്ത്രിയും പങ്കെടുത്തിരുന്നു. ശരി. അപ്പോൾ അസർബൈജാൻ അങ്ങനെ ഒരു ഇന്ത്യ വിരുദ്ധ സമ്മേളനം അവിടെ വിളിച്ചു കൂട്ടണം എന്നുണ്ടെങ്കിൽ അത് തുർക്കി പറഞ്ഞിട്ടായിരിക്കുമല്ലോ. അസർബൈജാനോട് തുർക്കി പറഞ്ഞതൊക്കെയാണല്ലോ അസർബൈജാൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇന്ത്യ വിരുദ്ധമായിട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ആഗോളമായിട്ട് നടക്കുമ്പോൾ ഇതിനൊക്കെ ഈ പിന്തുണയ്ക്കുന്ന രീതിയിലാണ് ട്രംപിന്റെ ഭരണകൂടം പെരുമാറുന്നതെന്ന് നമുക്കറിയാമല്ലോ. തുർക്കി ആണെങ്കിൽ ഒരു നാറ്റോ രാജ്യമാണ്. അപ്പൊ ഇസ്ലാമിക് നാറ്റോ ഇനി നെതന്യാഹുവായിട്ട് ചർച്ച ചെയ്യാൻ സാധ്യതയുള്ളൊരു വിഷയമല്ല ഈ ഇസ്ലാമിക് നാറ്റോ എന്ന് പറയുന്നത്. ഇസ്ലാമിക് നാറ്റോ എന്ന് പറഞ്ഞാൽ സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഒരു പ്രതിരോധ കരാർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. നാറ്റോയിലെ 5ാമത്തെ വ്യവസ്ഥയ്ക്ക് സമാനമായ രീതിയിൽ ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ അത് മറ്റേ രാജ്യത്തെ ആക്രമിച്ചതായിട്ട് കരുതും എന്നുള്ളതാണ്. അത് പാകിസ്ഥാനും സൗദിയും തമ്മിൽ കരാർ ഒപ്പിട്ടു സെപ്റ്റംബറിൽ. അതിൻ്റെ അകത്ത് തുർക്കിയും കൂടി ഇപ്പോൾ കക്ഷി ചേരുന്നു. അങ്ങനെ ഇസ്ലാമിക് നാറ്റോ വരുന്നു എന്നുള്ളതാണല്ലോ. ആ പശ്ചാത്തലത്തിലാണ് UAEയുടെ പ്രസിഡന്റ് അൽ നഹ്യാൻ കഴിഞ്ഞ ആഴ്ച ഡൽഹിയിലേക്ക് പെട്ടെന്ന് വന്ന് 2 മണിക്കൂറുണ്ടായിട്ട് ഒരു പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചു. അത് ഈ ഇസ്ലാമിക് നാറ്റോയ്ക്ക് എതിരായ നീക്കമായിരുന്നു. അപ്പൊ ഇന്ത്യ, UAE, ഇസ്രയേൽ ഇങ്ങനൊരു അച്ചുതണ്ട് ഇപ്പൊ രൂപപ്പെടുന്നുണ്ട് ഇസ്ലാമിക് നാറ്റോയ്ക്ക് ബദലായിട്ട്. അപ്പൊ ധാരാളം കാര്യങ്ങൾ നെതന്യാഹുവായിട്ട് മോദിക്ക് ചർച്ച ചെയ്യാൻ കിടക്കുന്നു. തുർക്കിയുമായിട്ടുള്ള ബന്ധം അത് ഇസ്രയേലിൽ നിന്നല്ല ബന്ധമല്ലല്ലോ. അപ്പോൾ ഈ ഇസ്ലാമിക് നാറ്റോയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത്, കാരണം ഇസ്ലാമിക് നാറ്റോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കയ്യിൽ ഈ അണുബോംബ് ഉണ്ടാകുന്നത് ഇസ്രയേൽ സഹിക്കില്ലല്ലോ. അപ്പോൾ ഈ എന്തുകൊണ്ട് ഇസ്ലാമിക് നാറ്റോ വന്നു എന്ന് പറഞ്ഞാൽ സൗദിയുടെ കയ്യിൽ പണമുണ്ട്. ആണവ ബോംബുള്ള ഏക ഇസ്ലാമിക രാജ്യമാണ് സൗദി അറേബ്യ. തുർക്കിക്കാണെങ്കിൽ ഡിഫൻസ് ഇല്ലേ, ധാരാളം ഡ്രോണുകൾ, യുദ്ധക്കപ്പലുകൾ ഇങ്ങനെ
ഒരുപാട് പ്രതിരോധ രംഗത്ത് കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് തുർക്കി. അങ്ങനെയാണ് ഇസ്ലാമിക് നാറ്റോ വരുന്നത്. അത് ഈ മിഡിൽ ഈസ്റ്റില് വലിയ ഭീഷണിയായിട്ട് വരുമല്ലോ. UAE ആ ചേരിയിലില്ല, ഇന്ത്യയും ഇസ്രയേലും അടങ്ങിയ ചേരിയിലാണ്. അപ്പോൾ ഇസ്ലാമിക് നാറ്റോയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള പ്രശ്നവും കൂടി. അതുപോലെ ഈ ബോർഡിൽ, പീസ് ബോർഡിൽ പാകിസ്ഥാനെ എങ്ങനെ ഒഴിവാക്കാൻ കഴിയും, ഇങ്ങനത്തെ ധാരാളം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് മോദി നെതന്യാഹു ഇങ്ങോട്ട് വരുന്നതിന് പകരം മോദി അങ്ങോട്ട് നെതന്യാഹു ക്ഷണിച്ചത് അനുസരിച്ചിട്ട് അടുത്ത മാസം പോകാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.